ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ചിക്കൻ ചിന്താമണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ നിന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തെന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചതാണ്. ഈ റെസിപ്പി ശരിക്കും ചെയ്യുന്നത് നാടൻ കോഴിയിലാണ് കേട്ടോ അത് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാധാ ചിക്കനാണ്. നിങ്ങൾക്ക് സാധാ ചിക്കനിലും ചെയ്യാം കേട്ടോ. നാടൻ കഴിവ് കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ്. ഉണക്കമുളക് നമുക്ക് ഒരു 15 എണ്ണം വേണ്ട. ഞാനിപ്പോൾ ഒരു 12 എടുത്തിട്ടുണ്ട്. കാരണം എരിവുള്ളതാണെങ്കിൽ ഒരു 12 എടുത്താൽ മതി. എരിവില്ലാത്ത ഉണക്കമുളകാണെങ്കിൽ ഒരു 15 എണ്ണം എടുക്കണം. നമ്മൾ ഉണക്കമുളക് എടുക്കുമ്പോൾ അതിനുള്ളിൽ കുരുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് കൊട്ടി കൊടുത്താൽ ഇതിങ്ങനെ ഉള്ളതാണ് ചാടിപ്പോകും കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റുക. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ എരിവൊക്കെ അതിന് കുറഞ്ഞ് കിട്ടും. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചാടിപ്പോവും. അപ്പോൾ അതാ ഇതെല്ലാം കളഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കുക. കുരു വേണ്ട നമുക്ക് കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണയാണ് വേണ്ടത്. പക്ഷേ ഞാൻ നല്ലെണ്ണ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതന്നെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അപ്പത്തിന് നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് കരിയണ്ട, അത് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 200 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലുതാണെങ്കിൽ നിങ്ങൾ അതൊരു 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. നല്ല ചെറിയ ചുവന്നുള്ളി ആണെങ്കിൽ അതുപോലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ കട്ട് ചെയ്യണമെന്നില്ല. വലിയ ചുവന്നുള്ളി ആകുമ്പോൾ നടുന്ന് കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ അതൊന്ന് 3 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി എണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഇതിന് ടേസ്റ്റ് കൂടുക ചുവന്നുള്ളിയാണ്, അതന്നെ വേണം. ഒരിക്കലും ഉള്ളി സവോള ചേർക്കരുത്. ചുവന്നുള്ളി എണ്ണ കേട്ടോ. അതൊന്ന് വാട്ടി നമുക്ക് ഒരുപാട് വാടിക്കുഴയൊന്നും വേണ്ട. ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് 2 വെളുത്തുള്ളിയും 2 വലിയ സൈസ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഉണക്കമുളകും ഈ ചുവന്നുള്ളി മാത്രം മതി നമുക്ക്. ഇത് തമിഴ്നാട്ടിലുള്ള കൊങ്കുനാട് എന്നുള്ള സ്ഥലത്ത് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് അധികം ഉണ്ടാക്കില്ല, അങ്ങനെ പറഞ്ഞു കേട്ടില്ലല്ലോ ചിന്താമണി ചിക്കൻ എന്നൊന്നും. അപ്പോൾ ഇത് പല രീതിയിലും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ആളുകൾ ഉണ്ടാക്കുക. ഓരോ ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഇതിൽ ഉണക്കമുളകും അതുപോലെ ഈ ചുവന്നുള്ളി മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഇതൊക്കെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉണക്കമുളക് ഇട്ട് ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ചിക്കൻ ഇതുപോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചേർത്താണ്, നിങ്ങൾക്ക് ചേർത്തണം ഒരു നിർബന്ധമില്ല. അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. വേറെ പൊടികളോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആ ഉണക്കമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മളിപ്പോൾ മുളക് പൊടിയോ മല്ലിയോ അതുപോലെ ചിക്കൻ മസാല ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല. ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കഴിക്കാൻ തന്നെ. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. നമ്മളിതാ അടച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതല്ലേ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിയിലൊന്നും പിടിക്കണ്ട. അപ്പോൾ അതിനാണ് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ പറയണത്. അപ്പോൾ അതിൽ നിന്ന് ആ ചിക്കനിലുള്ള ഗ്രേവിന് ഇറങ്ങി വന്ന ഗ്രേവി കണ്ടോ കാണുന്നത്. ഈ വെള്ളമൊക്കെ ചിക്കനിൽ ഇറങ്ങി വന്നതാണ്. അപ്പോൾ അതിനെ കിടന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളിതാ ഇത് ചിക്കൻ ഇപ്പോൾ വെന്തിട്ടില്ല, ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി അപ്പോൾ തുറന്നത്. അത് പിന്നെ അടച്ചു വയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളിതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കാമെന്നില്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നമ്മളെല്ലാ മസാലകളിട്ട് വെക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നിങ്ങൾക്ക് ഒരു കുറുകിയ ടൈപ്പ് ഒരു കുറച്ച് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് ഇതിൽ പാനിലിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്താൽ അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കട്ടോ. നമുക്കത് പത്തിരിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ്. പത്തിരിയുടെ കൂടെ ആണെങ്കിലും ഗീ റൈസിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നൈസ് പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിന്താമണി ചിക്കൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ചിക്കൻ വാങ്ങിയാൽ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഞങ്ങൾ മസാലകളൊന്നും ഇട്ടില്ലെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല. വെറുതെ നമുക്ക് പെറുക്കി ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആക്കണമെങ്കിൽ ആ പാനിലിട്ട് ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് ആ ഒരു ഗ്രേവി പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഡ്രൈ ആക്കണമെങ്കിൽ എനിക്ക് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത്ര വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.